ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ കപ്പി കോർണർ. ഇന്നൊരു ട്രെയിലർ റിയാക്ഷൻ വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ശങ്കറിൻ്റെ സംവിധാനത്തിൽ കമലഹാസൻ നായകനായ ഇന്ത്യൻ 2ൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരു ട്രെയിലർ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. അതിനുശേഷം സിനിമയെക്കുറിച്ച് നമുക്ക് പറയാം. ഇപ്പോൾ ഒറിജിനൽ സിനിമയുടെ പേര് കളഞ്ഞോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കണമല്ലോ. എന്തായാലും നോക്കട്ടെ, നമുക്ക് ട്രെയിലർ ഒന്ന് പ്ലേ ചെയ്യാം. വീണ്ടും കറപ്ഷൻ തന്നെയാണ്. ഫുള്ള് കാശിൻ്റെ കളിയാണല്ലോ ഇത്. ശങ്കറിൻ്റെ എല്ലാ സിനിമകളും ഒരുവിധം എല്ലാം എന്താ പറയുക, കറപ്ഷൻ തന്നെയാണ്. ആരത്? സിദ്ധാർത്ഥ് ഉണ്ടല്ലേ? സേനാപതി നെടുമുടി ഉണ്ടല്ലേ? അപ്പോൾ ഇത് ഒരുപാട് കാലം മുന്നേ ഷൂട്ട് ചെയ്ത സിനിമയാണല്ലോ. എൻ്റെ പൊന്നോ, ആടിഞ്ഞരമ്പൊക്കെ ഇടിച്ചൊതിക്കുമല്ലോ. എൻ്റെ പൊന്നു, ഇത് പഴയ സേനാപതി തന്നെയാണ് അതിനകത്ത്. സൂര്യ പുള്ളിയാണല്ലേ വില്ലൻ. എന്തോന്നറിയ, സ്വർണ്ണക്കടയുടെ പരസ്യം. പഴയ സിനിമയിൽ അദ്ദേഹത്തിന് 70 വയസ്സിന് മുകളിലുണ്ടായിരുന്നല്ലോ. ഇതിപ്പോൾ 100 വയസ്സായോ? ഇങ്ങനെ 40 വയസ്സായോ? 30 വർഷമായല്ലോ. എൻ്റെ പൊന്നു, എന്തോന്നറിയ ഇത്. മാർഷൽ ആർട്സ്. മുഖത്ത് മാത്രമേ മേക്കപ്പ് ഉള്ളൂ കേട്ടോ. മുഖം മാത്രം മേക്കപ്പ് കൊണ്ട് പ്രായം വരുത്തിയ, ശരീരം എല്ലാം അത്ര പ്രായമൊന്നുമില്ല. ഇത് അന്നത്തെ അതേ സേനാപതിയുടെ അതേ ലുക്ക് തന്നെ ഉണ്ട്, അതിൽ വ്യത്യാസമൊന്നുമില്ല. ജൂലൈ, ഓക്കെ. ജൂലൈ 12-നാന്ന് തോന്നുന്നു സിനിമ റിലീസ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മ്യൂസിക് ആരാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തത്? അനിരുദ്ധാണല്ലേ, ചുമ്മാ അല്ല. കുറേ മ്യൂസിക് ഉണ്ട്. സിദ്ധാർത്ഥ് പ്രധാന ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്. സിദ്ധാർത്ഥിനെ വെടിവെച്ച് കൊല്ലുന്ന സീനൊക്കെ കാണിക്കും. സിദ്ധാർത്ഥിനെ തന്നെയാണോ വെടിവെച്ച് കൊന്നതെന്ന് എനിക്കൊരു ഡൗട്ട്. സിദ്ധാർത്ഥിനെ ആണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷേ ഓവറോൾ നോക്കുവാണെങ്കിൽ നല്ല അട്ടർ വേസ്റ്റ് ട്രെയിലർ. സത്യം പറഞ്ഞാൽ ഒരുമാതിരി ഇത്രയും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല. വളരെ വളരെ മോശമായിപ്പോയി. കാരണം പഴയ സിനിമയെന്ന് പറഞ്ഞൊരു ക്ലാസിക് ഫിലിമാണ് ഈ പഴയ ഇന്ത്യൻ എന്ന് പറയുന്നത്. 96-ൽ ഇറങ്ങി. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് ആ പടം കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അത് ഞാനൊക്കെ കുട്ടിക്കാലത്തായിരുന്നപ്പം വന്ന പടമാണ്. ഏകദേശം പിന്നീട് കണ്ടിട്ടുണ്ട്. കുറേ അതിനുശേഷം ഒരുപാട് പലതവണ 2-3 തവണയൊക്കെ ആ സിനിമ കണ്ടിട്ടുണ്ട്. അടിപൊളി പടമായിരുന്നു, സൂപ്പർ പടമാണ്. അപ്പം അന്നേ ഈ സേനാപതി എന്ന് പറയുന്ന ക്യാരക്ടർ ഈ എന്താ പറയുക, കറപ്ഷനെതിരെ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് പുള്ളി. അന്ന് തന്നെ പുള്ളിക്ക് എനിക്ക് 70 വയസ്സിന് മുകളിലുണ്ടായിരുന്നെന്ന് തോന്നുന്നു. 70-80 വയസ്സം കണ്ടുണ്ട് ആ സിനിമയ്ക്കകത്തുള്ള ക്യാരക്ടർ. ഇത് കണ്ടിട്ട് അതിനേക്കാളും കുറച്ചും കൂടെ പ്രായം കുറഞ്ഞ രീതിയിൽ എനിക്ക് മേക്കപ്പ് കണ്ടിട്ട് ഫീൽ ചെയ്യുന്നു. ഇത് ദശാവതാരത്തിൽ അന്ന് കമലഹാസന് പല മേക്കപ്പ് ചെയ്ത് ഇറക്കിയതുപോലെ ഒരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട്. കുറേ മാർഷൽ ആർട്സും എന്തൊക്കെയാണ് കാണിച്ചു വെച്ചേക്കുന്ന ഒരു പിടുത്തവുമില്ല. ശങ്കർ സത്യം പറഞ്ഞാൽ ചുമ്മാ ഇരുന്ന് പൈസ പിടിക്കുന്ന പരിപാടിയാണ്. ഒരു രക്ഷയില്ലാതെ ചുമ്മാ പൈസ പിടിച്ചു കളയും. കുറേ ആക്ഷനും കുറേ സാധനങ്ങളും കാണിച്ച് വെറുതെ പൈസ പിടിക്കുന്നത് മാത്രമേ സാധാരണ കാണാറുള്ളൂ. ഇത് പടം കൊള്ളാമോ ഇല്ലയോ എന്നുള്ളത് പടം കണ്ടു കഴിയുമ്പോഴേ പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും എനിക്ക്
ഒരു എക്സ്പെക്റ്റേഷനും ഈ സിനിമയില്ല. അനൗൺസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. അതുപോലെ കമൽഹാസൻ്റെ കഴിഞ്ഞ പടം വിക്രം ഭയങ്കര ഹിറ്റായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സിനിമയായിരുന്നു. അതിനുശേഷം ഇന്ത്യൻ 2 വരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ട്രെയിലർ കണ്ടപ്പം ആ ഒരു എക്സ്പെക്റ്റേഷൻ പോയി കിട്ടി. ഇത് എനിക്ക് മാത്രമാണോ ഇങ്ങനൊരു ഫീൽ ഉണ്ടായത് എന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് നിങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്തേരെ. പിന്നെ ഒരു കാര്യം, ഞാനിത് എന്തോ ഡീറ്റെയിൽസ് നോക്കിയപ്പോഴാണ് കണ്ടത്. ഇത് 2 ഭാഗമുണ്ട്. ഇന്ത്യൻ 2 ഉണ്ട്, ഇന്ത്യൻ 3 ഉണ്ട്. ഈ സിനിമ ഷൂട്ട് ചെയ്തപ്പം 6 മണിക്കൂറെങ്ങാണ്ട് ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. അപ്പം ചുരുക്കം പറഞ്ഞാൽ 2 പടം കൂടെ ഇത് ഏകദേശം 3 മണിക്കൂറിന് മുകളിൽ കാണും. 3-3.25 മണിക്കൂർ എന്തായാലും സിനിമ കാണും. ഇന്ത്യൻ 3 അടുത്ത വർഷം റിലീസ് ചെയ്യുമെന്നാണ് പറഞ്ഞു കേട്ടത്. ആദ്യം 2 എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഇതെന്തായാലും കംപ്ലീറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 2 എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് 3യെക്കുറിച്ച് ആലോചിക്കാം. ഓക്കെ, ഇവർ ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത് എന്തായാലും 3യും ഇവർ ചെയ്യും. ഒരുപാട് പ്രൊഡക്ഷൻ കോസ്റ്റൊക്കെ ആയ പടമാണ്. അപ്പോൾ എന്തായാലും ജൂലൈ 12-നാണ് സിനിമ തിയേറ്ററുകളിൽ എത്തുന്നത്. അപ്പോൾ നമുക്ക് തിയേറ്ററിൽ പടം ഇറങ്ങിയിട്ട് പടം കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ട്രെയിലറിന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ട്രെയിലർ ഇങ്ങനെ ആണെങ്കിൽ പടത്തിനകത്ത് നല്ലൊരു സ്റ്റോറി ബേസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പടം കിടിലമാവാം. കാരണം ശിവാജി ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് ശിവാജി എന്നൊക്കെ പറയുന്നത്. അപ്പം അതിനകത്തും കുറേ കഥ സിമ്പിളാണെങ്കിൽ കൂടി അത്യാവശ്യം നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. പ്രോപ്പറായിട്ട് ആക്ഷൻ സീൻസൊക്കെ വെച്ച് പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് അതുപോലെ ചുമ്മാ ബോംബ് പടമാക്കാതിരുന്നാൽ നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. അപ്പം ട്രെയിലർ കണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.